بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ നാം അവസാനം വായിച്ച ബാബുൻ ലാ യഖൂലു അബ്ദി വ അമതി, എൻ്റെ അടിമ അല്ലെങ്കിൽ എൻ്റെ അടിമപ്പെണ്ണ് എന്നിങ്ങനെ പറയരുത്. വാക്കിൽ പോലും ചെറിയ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നൽകേണ്ട സ്ഥാനത്തിനെതിരായിക്കൊണ്ട് ഒരു വാക്ക് വരരുത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി വരുന്ന ഒന്ന് രണ്ട് ബാബുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കേണ്ട തഅദീം, അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം, അതിനെ അറിയിക്കുന്ന ചില കാര്യങ്ങളാണ്. അടുത്ത ബാബുൻ ലാ യുറദ്ദു മൻ സഅല ബില്ലാഹ്, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നത് തള്ളപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ആളുകൾ മറ്റൊരാളോട് എന്തെങ്കിലും ഒരു ആവശ്യം, നീ ഇന്നത് എനിക്ക് നൽകണം, അല്ലെങ്കിൽ നിന്റെ സക്കാത്തിൽ നിന്ന് ഇത്ര ഓഹരി എനിക്ക് നൽകണം, അല്ലെങ്കിൽ ഞാൻ എത്ര ഓഹരി ഉദ്ദേശിച്ചത് ഞാൻ സക്കാത്തിന് അവകാശിയാണ്, അതുകൊണ്ട് എനിക്ക് നൽകണം എന്നിങ്ങനെയെല്ലാം ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇതാ അള്ളാഹുവിനെ മുൻനിർത്തിയാണ് നിന്നോട് ചോദിക്കുന്നത്, അസ്അലുക ബില്ലാഹ്, അള്ളാഹുവിനെ മുൻനിർത്തിയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അള്ളാഹ് എന്നുള്ള ആ നാമം അല്ലെങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തി എന്നതുകൊണ്ട് ആ ചോദിച്ചത് നൽകണം എന്നുള്ളതാണ്. ഇവിടെ ആദ്യം ഈ ബാബിലെ ഹദീസ് വായിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുക എന്നുള്ളത് അനാവശ്യമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് പാടില്ലാത്തതാണ് എന്ന് വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ മുൻനിർത്തി ഇങ്ങനെ ചോദിച്ചാൽ ചോദിക്കപ്പെട്ടവൻ ആ കാര്യം നൽകണം എന്നുള്ളതാണ് വിഷയം. പക്ഷെ അങ്ങനെ ചോദിക്കുക ഏതൊരു ചെറിയ കാര്യത്തിനും അല്ലെങ്കിൽ അവന് അർഹമല്ലാത്ത കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ ചോദിക്കുക എന്നുള്ളത് നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ചോദിക്കപ്പെട്ടവൻ അവന് കഴിയുന്ന കാര്യമാണെങ്കിലാണ് അത് ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ. കഴിയുന്ന കാര്യമാണെങ്കിലേ അത് ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ. ഉദാഹരണത്തിന് ഒരാളോട് മറ്റൊരാൾ വന്ന് അയാൾ സക്കാത്ത് നൽകാൻ അർഹതയുള്ള ആളാണ്, അർഹതപ്പെട്ട ആളാണ്, ഒരാൾക്ക് സക്കാത്ത് നൽകാനുള്ള ഹൗലും അതുപോലെ തന്നെ ഹിസാബും ഒക്കെ ഉണ്ട്. അങ്ങനെ അയാളോട് വന്ന് സക്കാത്തിന് അർഹനായിട്ടുള്ള ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അയാൾ കൊടുക്കണം. കാരണം അള്ളാഹുവിന് മുന്നോട്ട് ചോദിച്ചാൽ കൊടുക്കണം. കാരണം അയാൾ എന്തായാലും സക്കാത്ത് നൽകണം, ആ ചോദിച്ച ആൾ അതിന് അവകാശിയുമാണ്. അതല്ലാതെ ഇയാളുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ അനർഹമായിട്ടുള്ളൊരു കാര്യം അങ്ങനെയൊക്കെ ചോദിക്കുന്ന സന്ദർഭത്തിൽ നൽകേണ്ടതുമില്ല. ഇവിടെ ഈ ബാബിന്റെ പ്രസക്തി കിതാബു തൗഹീദിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുമ്പോൾ അള്ളാഹുവിന് കൊടുക്കുന്ന തഅദീമിന്റെ ഭാഗമായി ആ കാര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതിനെ അറിയിക്കുന്നതാണ്. അതിന് ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചു എന്നതുകൊണ്ട് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ബാബിലെ ഹദീസ് വായിക്കാം. عن ابن عمر رضي الله عنهما قال عبد الله بن عمر رضي الله عنهما ذكرنا حديث قال قال رسول الله صلى الله عليه وسلم من استعاذ بالله فاعيذوه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് രക്ഷ തേടുകയാണെങ്കിൽ, അഥവാ ഇന്നൊരു ഉപദ്രവം എനിക്ക് വരുന്നുണ്ട്, എന്നെ രക്ഷിക്കണം, എനിക്ക് രക്ഷ നൽകണം, അല്ലെങ്കിൽ ഇന്നൊരു ആളിനെ ആക്രമിക്കാൻ വരുന്നുണ്ട്, എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ രക്ഷ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടാണെങ്കിൽ നിങ്ങൾ രക്ഷ കൊടുക്കുക. വമൻ സഅല ബില്ലാഹി ഫഅതൂഹ്, നിങ്ങളോട് ആരെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നൽകുക. വമൻ ദഅാകും ഫഅജീബൂഹ്, നിങ്ങളോട് ആരെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം ചെയ്യുക. വമൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹ്, നിങ്ങൾക്ക് ആരെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിന് പകരം ചെയ്യുക. ഫഇല്ലം തജിദു മാ തുകാഫിഊനഹു, പകരം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിൽ ഫദ്ഉ ലഹു ഹത്താ തുറൗ അന്നകും ഖദ് കാഫഅതുമൂഹ്, നിങ്ങൾ അവന് വേണ്ടി ദുആ ചെയ്യുക.
നിങ്ങൾക്ക് തോന്നപ്പെടുന്ന അവസ്ഥ വരെ ഞാൻ അവന് പകരം ചെയ്തിരിക്കുന്നു എന്ന് തോന്നുന്നത് വരെ അവന് വേണ്ടി ദുആ ചെയ്യുക. റവാഹു അബൂ ദാവൂദ് വനസായി ബിസനദിൻ സഹീഹിൻ. ഈ ഒരു ഹദീസിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും ബാബുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യം പറയാം. അതാണ് ആദ്യത്തെ രണ്ട് വാചകം. മൻ ഇസ്തആദ ബില്ലാഹി ഫഅഈദൂഹു. അള്ളാഹുവിനെ മുൻനിർത്തി ഒരാൾ രക്ഷ ചോദിച്ചാൽ നിങ്ങൾ അവന് രക്ഷ നൽകണം. വമൻ സഅല ബില്ലാഹി ഫഅഅതൂഹു. നിങ്ങളോട് ആരെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവന് നൽകുകയും വേണം. ഇതാണ് ഈ ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കാര്യം. ഇവിടെ വിഷയം അള്ളാഹുവിന് കൊടുക്കുന്ന തഅദീമാണ്. അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ രക്ഷ ചോദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞ നിബന്ധനയുണ്ട്. അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കാൻ പാടില്ല. രണ്ട്, ഒരാൾക്ക് കഴിവുള്ള കാര്യമേ ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ. ആ രണ്ട് നിബന്ധനകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ചോദ്യം വന്നാൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം സക്കാത്തിന്റെ പോലെയാണ്. സക്കാത്ത് കൊടുക്കാൻ എന്തായാലും ആ പണം അയാൾ കൊടുക്കണം. ബാക്കിയുള്ള സദക്ക അയാളുടെ ഉദ്ദേശം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. സക്കാത്ത് അയാൾക്ക് എന്തായാലും നൽകേണ്ടതാണ്. അതിന് അർഹനായിട്ടുള്ള ഒരാൾ വന്നു. ആ വന്ന ആൾ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചു. ഇയാൾക്ക് വേണമെങ്കിൽ അർഹതപ്പെട്ട വേറെ ആർക്കെങ്കിലും കൊടുക്കാം. പക്ഷേ ഇയാൾ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണെങ്കിൽ അവന് നൽകണം. കാരണം അവൻ ആവശ്യക്കാരനാണ്, ഇവന് നൽകാൻ കഴിയുകയും ചെയ്യും, അവൻ നൽകേണ്ടവനുമാണ്. അതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്തായാലും നൽകണം. അതല്ലെങ്കിൽ കഴിയുമെങ്കിൽ അത് നൽകുക എന്നുള്ളതാണ്. കാരണം അവിടെ ചോദിച്ചവന്റെ വിഷയമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കുന്ന തഅദീമാണ് അവിടെ പ്രധാനം. അതാണ് കിതാബ് തൗഹീദിൽ ഈ ബാബ് കൊടുക്കാനുള്ള കാരണം. ഇനി ഈ ഹദീസിൽ വന്നിട്ടുള്ള വേറെ ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, വമൻ ദഅാകും ഫഅജീബൂഹു. നിങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായും ഇതുപോലെ ക്ഷണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന്റെ വലീമയുമായി ബന്ധപ്പെട്ടിട്ടാണ്. വലീമയിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ എന്തായാലും ഉത്തരം ചെയ്യണമെന്നുള്ളതാണ്. അല്ലാതെയുള്ള ക്ഷണങ്ങൾക്കും ഉത്തരം ചെയ്യണം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഉദ്ദേശിക്കുന്നത് വലീമ പോലെയുള്ള കാര്യങ്ങളാണെന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹഖ്ഖുൽ മുസ്ലിം അൽ മുസ്ലിം അതുപോലുള്ള ഹദീസുകളിലെല്ലാം. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഒരു കാര്യം, വമൻ സ്വനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹു. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ, ഏതെങ്കിലും തരത്തിൽ നന്മ ഉപകാരം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന് പകരം ചെയ്യുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രീതിയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും നൽകിയാൽ അതിനേക്കാൾ ഉത്തമമായത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് യാത്രയിൽ വെച്ച് ഒരാൾ നല്ല രീതിയിൽ സൽക്കരിക്കുകയോ ആതിഥേയത്വം നൽകുകയോ ചെയ്താൽ അവരോട് പറയും, നിങ്ങൾ മദീനത്ത് വരുമ്പോൾ എൻ്റെ അടുക്കലേക്ക് വരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. മദീനത്ത് എത്തുമ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്ന രീതിയിലെല്ലാം അവർക്ക് പകരം ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് നന്മ ചെയ്താൽ പകരം ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അത് ചെയ്യണം. ഇങ്ങോട്ട് എന്തെങ്കിലും തന്നാൽ പകരം കൊടുക്കാൻ കഴിയുമെങ്കിൽ അതങ്ങനെ ചെയ്യണം. അങ്ങനെ എന്ത് നന്മയാണോ തരികയോ സഹായം ചെയ്യുകയോ എന്തോ ആവട്ടെ അത് തിരിച്ചു നൽകാൻ ശ്രമിക്കണം. എന്നിട്ട് പറയാണ്, ഫഇല്ലം തജിദൂ മാ തുകാഫിഊനഹു. നിങ്ങൾക്കിനി പകരം കൊടുക്കാൻ ഒന്നുമില്ല, പകരം ചെയ്യാൻ ഒന്നുമില്ല. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സമ്പത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ സമ്പത്തുള്ളവൻ സാധാരണക്കാർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് നൽകാനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ ഫദ്ഉ ലഹു ഹത്താ തുറൗ അന്നകും ഖദ് കാഫഅ്തുമൂഹു. നിങ്ങൾ അവന് വേണ്ടി ദുആ ചെയ്യുക. നമുക്കൊരാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ദുആ ചെയ്യുക. നാം അവന് പകരം ചെയ്തു എന്ന് ഒരു ബോധ്യപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാവുമല്ലോ. ഒരുപാട് കാര്യം ദുആ ചെയ്താൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അത്രയെങ്കിലും എന്ത് ചെയ്യുക. അതിനുശേഷം ദുആ ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷെ അത്രത്തോളം നിങ്ങൾ അവന് വേണ്ടി ദുആ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോൾ ഈ ഹദീസിൽ കിതാബ് തൗഹീദുമായി ബന്ധപ്പെട്ട ഭാഗം ഇങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹുവിന് കൊടുക്കുന്ന തഅലീമിന്റെ ഭാഗമായിട്ട് അത് നിർവഹിച്ചു കൊടുക്കുക, ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആ നിബന്ധനകൾ ഓർക്കുക. ഇമാം സഅദി റഹിമഹുല്ലാഹ് അടുത്ത ബാബിനും കൂടിയിട്ടാണ് ശർഹ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത ബാബ് കൂടി വായിച്ചിട്ട് നമുക്ക് അൽ ഖൗലു സദീദ് വായിക്കാം. ബാബുൻ ലാ യുസ്അലു ബിവജ്ഹില്ലാഹി ഇല്ലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിനെ കൊണ്ട് സ്വർഗ്ഗമല്ലാതെ ഒന്നും ചോദിക്കപ്പെടരുത് എന്നുള്ളത്. സ്വർഗ്ഗമല്ലാതെ ഒന്നും ചോദിക്കപ്പെടരുത് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ നാമങ്ങൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ദുആ സ്വീകരിക്കപ്പെടാനുള്ള വസീലയാണ്, തവസ്സുലാണ്. ഇപ്പോൾ യാ ഗഫാർ, യാ ഗഫൂർ, യാ റഹ്മാൻ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട്,
അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഔദു ബിഇസ്സത്തില്ല, അല്ലെങ്കിൽ ബിഖുദ്റതിഹി, അള്ളാഹുവിന്റെ ഇസ്സത്ത്, ഖുദ്റത്ത്, അതുപോലെയുള്ള വിശേഷണ കലിമാത്തില്ലാഹി തമ്മ, അതുപോലെയുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ടും ദുആ ചെയ്യാറുണ്ട്. ഇതിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള, അഹ്ലുസുന്ന വൽ ജമാഅ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന് വജ്ഹുണ്ട് എന്നുള്ളത്, അള്ളാഹുവിന് മുഖമുണ്ട് എന്നുള്ളത്. അത് അള്ളാഹുവിന് യോജിച്ച രീതിയിൽ ഏതെങ്കിലും മനുഷ്യന്റെ പോലെയാണെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ജീവിയുടെ പോലെയാണെന്നോ, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാണെന്നോ, അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിന് ജലാലത്തിന് യോജിച്ച രീതിയിൽ അള്ളാഹുവിന് വജ്ഹുണ്ട്, അതിന് സംശയമില്ല. അത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഖുർആനിലും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹദീസുകളിലും അതിന്റെ ആശയത്തെ അറിയിച്ചിട്ടുണ്ട്. നാളെ പരലോകത്ത് ആ വജ്ഹിലേക്ക് അടിമകൾ നോക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തേടുമ്പോൾ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ച് തേടുന്നുണ്ട്, വിശേഷണങ്ങൾ വെച്ച് തേടുന്നുണ്ട്, പലതും വെച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ ബാബിൽ പറയുന്നത് അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തി ചോദിക്കുകയാണെങ്കിൽ, അഊദു ബി കലിമാത്തില്ലാഹി തആമ, അല്ലെങ്കിൽ അഊദു ബി ഖുദ്റത്തില്ല, അല്ലെങ്കിൽ അസ്അലുക ബി ഇസ്സത്തില്ല, അല്ലെങ്കിൽ ബി ഇസ്സതിക, അങ്ങനെയൊക്കെ പറയാൻ വിചാരിക്കുക. അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് എന്ത് കാര്യം ചോദിക്കാം. പക്ഷേ അസ്അലുക ബി വജ്ഹിക്, അള്ളാഹുവേ നിന്റെ മുഖത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ വജ്ഹിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വർഗമല്ലാതെ ഒന്നും ചോദിക്കാൻ പാടില്ല, സ്വർഗം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. കാരണം അത് അള്ളാഹുവിന് കൊടുക്കുന്ന തഅലീമും അള്ളാഹുവിന്റെ വജ്ഹ് എന്നുള്ള സിഫത്തിന് കൊടുക്കുന്ന തഅലീമുമാണ്. അതാണ് ഈ ബാബിന് കിതാബു തൗഹീദിലെ സ്ഥാനം. പറഞ്ഞല്ലോ, ചെറിയ രീതിയിൽ പോലും അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വത്തെ അറിയിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും, എനിക്കൊരു വീട് വേണം, എനിക്കൊരു സന്താനം വേണം, അല്ലെങ്കിൽ ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കാര്യം ചോദിക്കുക. അത് വേറെ നാമങ്ങൾ വെച്ചോ വിശേഷങ്ങൾ വെച്ചോ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തി ചോദിക്കുകയാണെങ്കിൽ അത് സ്വർഗമല്ലാതെ ഒന്നും ചോദിക്കരുത്. അതാണ് ബാബിന്റെ തലക്കെട്ട്. ഈ ബാബിലും ഒരു ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يسأل بوجه الله إلا الجنة رواه أبو داود. لا يسأل بوجه الله, അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കപ്പെടരുത്, ഇല്ലൽ ജന്നത, സ്വർഗമല്ലാതെ, സ്വർഗം മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാൻ പാടുകയുള്ളൂ. അതാണ് സ്വർഗം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ തേടുന്ന ഏറ്റവും വലിയ ലക്ഷ്യം. അതിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അതിൽ അള്ളാഹുവിന്റെ തൃപ്തി തേടുക, അള്ളാഹുവിന്റെ വജ്ഹിനെ കാണുക, അതെല്ലാം ഉണ്ട്. എന്നാൽ അല്ലാതെ നോക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉന്നതമായ കാര്യമല്ലാതെ നിസ്സാരമായ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തിക്കൊണ്ട് അസ്അലുക ബി വജ്ഹിക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കരുത്. അള്ളാഹു സ്വർഗം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. നമ്മൾ സത്യത്തിൽ പലപ്പോഴും പറയാറുണ്ട്, ഈ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മൾ ശീലിക്കണം. കാരണം അത് ഏറ്റവും കൂടുതൽ ദുആ ഉത്തരം ചെയ്യപ്പെടാനുള്ള കാരണമാണ്. മറ്റെന്തിനേക്കാളും തവസ്സുൽ ചെയ്യാൻ വസീലയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും. അതുകൊണ്ട് രണ്ടും ശ്രദ്ധിക്കണം. അപ്പൊ ഈ രണ്ട് ബാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ രണ്ടിന്റെയും രണ്ട് ബാബുകളിലെയും ശർഹ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും വായിക്കാം. ബാബു ലാ യുറദ്ദു മൻ സഅല ബില്ലാ, ബാബു ലാ യുസ്അലു ബിവജ്ഹില്ലാ ഇല്ലൽ ജന്ന. ഈ രണ്ട് ബാബുകൾ. അൽ ബാബുൽ അവ്വൽ, ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഒന്നാമത്തെ ബാബ് ഖിതാബുൻ ലിൽ മസ്ഊൽ, ചോദിക്കപ്പെടുന്നവനോടുള്ള കാര്യമാണ്. ഒന്നാമത്തെ ബാബിൽ പറഞ്ഞത് ചോദിക്കപ്പെടുന്നവന് ബാധ്യതയാണ്. എന്താണ്? ആരോടാണോ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കപ്പെടുന്നത് അവന്റെ മേലെയുള്ള കാര്യമാണ്, അവനോടുള്ള വിഷയമാണ്. എന്താണ്? വന്നഹു ഇദാ അദ്ലാ അലൽ ഇൻസാനി അഹദൻ ബിഹാജത്തിൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരാളോട് എന്ത് ചെയ്യാണ്, അവന്റെ ഒരു ആവശ്യം പറയുകയാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ് അവന്റെ ഒരു ആവശ്യമായിട്ട്. വതവസ്സല ഇലൈഹി ബിഅഅ്ബമിൽ വസാഇൽ വഹുവ അസ്സുആലു ബില്ലാഹ്, അവൻ തവസ്സുലാക്കിയത്, ഇടയിൽ വെച്ചത് ഏറ്റവും വലിയ വസീലയായിട്ടുള്ള കാര്യമാണ്. അതെന്താണ്? വഹുവ അസ്സുആലു ബില്ലാഹ്, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവൻ ചോദിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഐ യുജീബഹു ഇഹ്തിറാമൻ വതഅദീമൻ ലിഹഖില്ലാഹ്, അവൻ എന്ത് ചെയ്യണം? അവൻ അതിന് ഉത്തരം ചെയ്യണം, മറുപടി കൊടുക്കണം. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ കൊടുക്കേണ്ട അവകാശത്തിന്റെ മഹത്വത്തെ പരിഗണിച്ചുകൊണ്ടാണ്.
അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വത്തെ പരിഗണിച്ചുകൊണ്ട്. അതുപോലെ തന്നെ തന്റെ സഹോദരന് ലഭിക്കേണ്ട ഹക്ക് അത് നൽകുക ഈ കാരണത്തെ അവൻ ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ആ സക്കാത്തിന്റെ പോലെയുള്ള കാര്യങ്ങളിലാണ് ഇത് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. അല്ലാതെ ഒരാൾക്ക് കഴിയാത്ത ഒരാളോട് പോയി പറഞ്ഞ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അവന് ലഭിക്കേണ്ട ഒരു ഹക്കാണ് ഇവന് നൽകാനും സാധിക്കും. അത് അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചു, അവൻ എന്തായാലും ചെയ്തു കൊടുക്കണം. രണ്ടാമത്തെ ബാബ് വൽ ബാബു സാനി, രണ്ടാമത്തേത് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, അഥവാ അള്ളാഹുവിന്റെ വജ്ഹ് മുൻനിർത്തി ചോദിക്കുന്നത് ഖിതാബുൽ ലിസാഇൽ, അത് ചോദിക്കുന്നവനോടുള്ളതാണ്. ഒന്നാമത്തെ എന്താണ്? ചോദിക്കപ്പെടുന്നവനോടുള്ള കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ ബാബിൽ പറയുന്നത് ചോദിക്കുന്നവൻ കാണിക്കേണ്ട മര്യാദയാണ്, അള്ളാഹുവിനോട് ചോദിക്കുന്നവൻ. അത് പറയാണ് വഅന്ന അലൈഹി അൻ യഹ്തരിമ അസ്മാ അല്ലാഹി വസിഫാതിഹി, അവന്റെ മേലെയുള്ള ബാധ്യതയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരാളുടെ മേലെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും കൊടുക്കേണ്ട മഹത്വം, ഇഹ്തിറാം നൽകുക എന്നുള്ളത്, ആദരവ് നൽകുക എന്നുള്ളത്. വല്ലാ യസ്അല ശൈഅൻ മിനൽ മത്വാലിബി ദുനിയവിയ ബിവജ്ഹില്ലാ, ദുനിയവിയായിട്ടുള്ള ഒരു കാര്യവും അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കരുത്. ബല്ലാ യസ്അലു ബിവജ്ഹിഹി ബല്ലാ യുസ്അലു ബിവജ്ഹിഹി ഇല്ലാ അഹമ്മൽ മത്വാലിബ് വഅഅ്ളമൽ മഖാസിദ്, അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തി ചോദിക്കപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ കാര്യമേ ചോദിക്കാൻ പാടുള്ളൂ. വഹിയ അൽ ജന്ന, അത് സ്വർഗമാണ്. ബിമാ ഫീഹാ മിനൻ നഈമിൽ മുഖീം, എന്താണ് കാരണം? സ്വർഗത്തെ ചോദിക്കാൻ പറഞ്ഞ കാരണം എന്താണ്? നിലനിൽക്കുന്ന അനുഗ്രഹം അവിടെയാണുള്ളത്. വരിദർ റബ്ബ്, അള്ളാഹുവിന്റെ തൃപ്തി അവിടെയാണുള്ളത്. വന്നൗദരി ഇലാ വജ്ഹിൽ കരീം, അള്ളാഹുവിന്റെ മഹത്തായ വജ്ഹിലേക്കുള്ള നോട്ടം അവിടെയാണുള്ളത്. വതലദ്ദുദി ബിഖിതാബിഹി, അള്ളാഹുവിനോടുള്ള സംസാരം കൊണ്ടുള്ള ആസ്വാദനം അവിടെയാണുള്ളത്. ഫഹാദൽ മസ്ലബുൽ അസ്നാ ഹുവല്ലദീ യുസ്അലു ബിവജ്ഹില്ലാ, ഈ ഉന്നതമായ തേടപ്പെടുന്ന ഈ കാര്യം അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് ചോദിക്കാൻ പാടുള്ളൂ, ഇതേ ചോദിക്കാൻ പാടുള്ളൂ. വമ്മൽ മസാലിബു ദുനിയവിയ, എന്നാൽ ദുനിയവിയായിട്ടുള്ള ആവശ്യങ്ങൾ, തേട്ടങ്ങൾ, വൽ ഉമൂറു ദുനിയ, താഴ്ന്ന നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, വൈൻ കാനൽ അബ്ദു ലാ യസ്അലുഹാ ഇല്ലാ മിൻ റബ്ബിഹി, അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ, വേറെ ആരോടും ചോദിക്കാൻ പറ്റൂല. ഫഇന്നഹു ലാ യസ്അലുഹാ ബിവജ്ഹിഹി, പക്ഷെ അതും എന്ത് പാടില്ല? വജ്ഹ് കൊണ്ട് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിനോടേ ചോദിക്കാൻ പറ്റുള്ളൂ, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? വജ്ഹ് മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാൻ പാടില്ല. അതല്ലാത്ത നാമങ്ങളോ വിശേഷണങ്ങളോ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാവുന്നതാണ്. ഈ ബാബൊക്കെ അള്ളാഹുവിന് നൽകേണ്ട ഇഹ്തിറാമുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിന് കൊടുക്കുന്ന തഅലീമുമായി ബന്ധപ്പെട്ടുള്ള ബാബാണ്. അടുത്ത ബാബ് ബാബു മാ ജാഅ ഫിൽ ലൗ, ലൗ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ലൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ, മലയാളത്തിൽ എങ്കിൽ എന്നുള്ള പദം ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ. ലൗ എന്നുള്ള പദം ഉപയോഗിക്കാവുന്ന മേഖല ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്, ഉപയോഗിക്കൽ അനുവദനീയമായ മേഖലകളുണ്ട്, അതുപോലെയുള്ള പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ എങ്കിൽ എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയിട്ടുള്ള, അല്ലാഹു തആല തീരുമാനിച്ച ഒരു കാര്യം, അത് അതിൻ്റെ മേലെ ദുഃഖമായിക്കൊണ്ട്, അതിൻ്റെ മേലെ ഖേദമായിക്കൊണ്ട്, അതിൽ നിരാശയായിക്കൊണ്ട്, അല്ലെങ്കിൽ ആ നിലക്കുള്ള രീതിയിൽ അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെടാതെ, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാതെ, അതിന്റെ പിന്നിലെ ഹിക്മത്തിനെ ഉൾക്കൊള്ളാതെ ഈ വാക്ക് പറയുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. അത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. അതുപോലെ തന്നെ മുശ്രിക്കുകളും കുഫാറുകളുമാണ് ആ രീതിയിൽ കാര്യങ്ങൾ പറയാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകളും ഹദീസുകളും ഈ ബാബിൽ കാണാം. അതിൽ ഒന്നാമത്തേത് വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇമ്രാനിലെ 154-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യഖൂലൂൻ ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ മാ ഖുതിൽനാ ഹാഹുനാ. യഖൂലൂൻ, അവർ പറഞ്ഞു, അഥവാ മുനാഫിഖീങ്ങൾ അവർ പറയുന്നു, ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ, നമുക്ക് എന്തെങ്കിലും തീരുമാന അധികാരമുണ്ടായിരുന്നുവെങ്കിൽ മാ ഖുതിൽനാ ഹാഹുനാ, നാം ഇവിടെ കൊല്ലപ്പെടില്ലായിരുന്നു. ഇത് ഉഹദ് യുദ്ധത്തിൽ, നമുക്കറിയാം ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം അറിയാം. മുസ്ലിമീങ്ങൾക്ക് ധാരാളം സഹാബികൾ കൊല്ലപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ ആ സമയത്ത് പറഞ്ഞ വാക്കായിട്ടാണ് ഈ ആയത്തിനെ പറയുന്നത്. മുനാഫിഖീങ്ങൾ പറയാണ്, നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങോട്ട് വരാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് വന്നുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തീരുമാനപ്രകാരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ കൊല്ലപ്പെടില്ലായിരുന്നു, അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന നിലക്കൊക്കെ അവർ പറഞ്ഞു. ഇതിന്റെ ബാക്കി ആയത്ത് കൂടി വായിക്കാം.
قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൗ കുൻതും ഫീ ബുയൂതികും, ഇനി അവരവരുടെ വീട്ടിലായിരുന്നെങ്കിലും, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മവാജിഇഹിം, അവർ കൊല്ലപ്പെടേണ്ട സ്ഥലത്തേക്ക് അവർ തന്നെ എഴുന്നേറ്റ് വരുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അവർ യുദ്ധത്തിന് വന്നോണ്ടല്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വന്നിട്ട് അവർ കൊല്ലപ്പെടുമായിരുന്നു. വലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരിക്കും, അവരുടെ ഉള്ളിലുള്ളത് നെഞ്ചിലുള്ളത് പരീക്ഷിക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. വലിയുമഹ്ഹിസ മാ ഫീ ഖുലൂബിക്കും, അവരുടെ കൽബിലുള്ളത് വെളിവാക്കാൻ വ്യക്തമാക്കാൻ. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, അവരുടെ നെഞ്ചിലുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ആയത്തിന്റെ ബാക്കി ഭാഗം ഇവിടെ നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടത്. അവർ പറഞ്ഞു, യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ, കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനാധികാരം ഉണ്ടായിരുന്നെങ്കിൽ, അഥവാ യുദ്ധത്തിന് പോകണ്ട എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന നിലക്ക് അവർ പറയാണ്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്തുണ്ടാകുമായിരുന്നില്ല, നമ്മുടെ തീരുമാനം നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ കൊല്ലപ്പെടില്ലായിരുന്നു എന്ന നിലക്ക് മുനാഫിഖീങ്ങൾ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകളെ പറ്റി പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ലൗ എന്നുള്ള പദം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ ജിഹാദിന് പോയി ആ ജിഹാദിൽ പങ്കെടുത്ത് ഷഹീദായി കൊല്ലപ്പെട്ട ആളുകളെ പറ്റിയിട്ടാണ് ഈ വാക്ക് പറയുന്നത്. അത് അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. അവിടെ മുസ്ലിമീങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇത്ര ആളുകൾ ഷഹീദായി കൊല്ലപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഖദറാണ്. എന്നാൽ ആ ഖദറിനെ അംഗീകരിക്കാതെ, അതിനെ ഉൾക്കൊള്ളാതെ അവർ പറയുന്ന ഒരു വാക്കാണ് ലൗ എന്നുള്ളത്. യാതൊരു ഉപകാരവുമില്ലാത്ത, യാതൊരു അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിയില്ലാത്ത രീതിയിൽ അവർ ഈ വാക്ക് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത്, അഥവാ തീരുമാനിക്കപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ മേലെ ഈ വാക്ക് പറയാൻ പാടില്ല. പറയാൻ അനുവദിക്കപ്പെട്ട മേഖലകളുണ്ട്. ഇൻഷാ അല്ലാഹ് ശർഹിലും മറ്റും കൂടുതൽ വിശദമായി നമുക്ക് പറയാം. വഖൗലിഹി, മറ്റൊരായത്ത്, അല്ലദീന ഖാലു ലിഇഖ്വാനിഹിം വഖഅദു ലൗ അതാഊന മാ ഖുതിലു. മുനാഫിഖീങ്ങളെ പറ്റി തന്നെ പറയാണ്. യുദ്ധത്തിനും മറ്റും പങ്കെടുക്കുന്ന മുസ്ലിമീങ്ങൾ, സഹാബികൾ, അവർ യുദ്ധത്തിന് പോയിട്ട് ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർ യുദ്ധത്തിന് പോകൂല. പല ന്യായങ്ങൾ പറഞ്ഞ്, പല കാരണങ്ങൾ പറഞ്ഞ്, ഞങ്ങൾ വീട്ടിലാരുമില്ല, സ്ത്രീകൾ ഒറ്റക്കാണ്, ഇന്ന കാര്യമാണ്, ഇന്ന പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിന് പോകാതിരിക്കും. അപ്പൊ അവർ പറയുന്ന വാക്കാണ് അല്ലദീന ഖാലു ലിഇഖ്വാനിഹിം, അവരവരുടെ സഹോദരങ്ങളോട് പറഞ്ഞു. ഇവിടെ സഹാബികളെയാണ് സഹോദരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ലാഹിറായ അർത്ഥത്തിലാണ്, അതല്ലാതെ അല്ലാതെയുള്ള അർത്ഥത്തിലല്ല ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, അഥവാ ബാഹ്യമായിട്ട് ഇസ്ലാമിന്റെ അർത്ഥത്തിൽ. വഖഅദു, അവർ യുദ്ധത്തിന് പുറപ്പെടാത്ത ആളുകളാണ്. ലൗ അതാഊന മാ ഖുതിലു, അവർ പറയാണ്, നമ്മളെ അനുസരിച്ചിരുന്നെങ്കിൽ അവർ കൊല്ലപ്പെടില്ലായിരുന്നു. അഥവാ അവരെ പോലെ യുദ്ധത്തിന് പോകാതെ അവിടെ ഒരു ഭാഗത്ത് ഇരുന്നിരുന്നെങ്കിൽ അവർ കൊല്ലപ്പെടില്ലായിരുന്നു എന്നവർ പറയും. ആയത്തിന്റെ ബാക്കി, ഖുൽ ഫദ്റഉ അൻ അൻഫുസികുമുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ അവരോട് പറയൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ മരണത്തെ ഒന്ന് തടഞ്ഞു നിർത്താൻ, നിങ്ങളുടെ മരണത്തെ ഒന്ന് ഒഴിവാക്കാൻ അവരോടൊന്ന് പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇപ്പൊ യുദ്ധത്തിന് പോയില്ല വെച്ചിട്ട് ആർക്കെങ്കിലും മരിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റൂല. അല്ലാഹു തആല അങ്ങനെ മറുപടി അറിയാം. ഇവിടെയും ഈ ആയത്തിന്റെ പ്രസക്തി മുനാഫിഖീങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൗ അസാഊന മാ ഖുതിലു, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ മേലെ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലായപ്പോൾ അതിൽ നിരാശയായിക്കൊണ്ട്, അത് തൃപ്തിപ്പെടാതെ, അത് അംഗീകരിക്കാതെ അവർ പറയുകയാണ്, ഞങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ അവർ കൊല്ലപ്പെടില്ലായിരുന്നു എന്നുള്ളത്. ഈ ലൗ എന്നുള്ള പദത്തിന്റെ ഉപയോഗത്തിന്റെ ഏറ്റവും അപകടം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തീരുമാനം അവിടെ നടന്നാൽ അതിലെന്ത് പറയാൻ പാടില്ല? ലൗ എന്ന് പറയാൻ പാടില്ല. ഇത് അനുവദിക്കപ്പെട്ട മേഖല ഏതാണ്, അനുവദിക്കാത്തത് ഏതാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിട്ടൊരു വഴി അതാണ്. അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം, അത് നമ്മൾ കാര്യങ്ങൾ ചെയ്തു, നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിന്റെ ഒരു വിധി വന്നു, നമുക്ക് എന്ത് പറയാൻ അവകാശമില്ല? ലൗ എന്ന് പറയാനുള്ള അവകാശമില്ല. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കാതെ അതുപോലെയുള്ള കാര്യങ്ങളിൽ ലൗ എന്ന് പറയുക എന്നുള്ളത് ശരിയല്ല.
അതുപോലെ തന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി ലൗ എന്ന് പറയാം, ഇൻഷാ അല്ലാഹ് ശർഹിൽ പറയാം. അപ്പോൾ ഒരിക്കലും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അള്ളാഹുവിന്റെ ഒരു ഖദർ നടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എങ്കിലുകൾക്ക് പ്രസക്തിയില്ല. പിന്നെ എങ്കിൽ എന്നുള്ള വാക്കിന് യാതൊരു പ്രസക്തിയും അവിടെ ഇല്ല. അടുത്തത് ഒരു ഹദീസാണ്, നമ്മൾ ഒരുപാട് കേട്ട് പരിചയിച്ചിട്ടുള്ള അധികം ആളുകൾക്കും അറിയുന്ന ഒരു ഹദീസാണ്. ഫി സ്വഹീഹി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിന് നീ താല്പര്യം കാണിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി നീ കാര്യങ്ങൾ ചെയ്യുക, പരിശ്രമിക്കുക. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് നീ സഹായം തേടുക. വലാ തഅജിസൻ, അല്ലെങ്കിൽ വലാ തഅജിസ് എന്ന ചില റിവായത്തിൽ നീ ദുർബലത കാണിക്കരുത്. അഥവാ ഇതെന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഇതെനിക്ക് പറ്റാത്ത കാര്യമാണ്, അല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ ചെയ്തിട്ട് ഒന്നും കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതില്ല എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറിന്റെ മേലെ ഏൽപ്പിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കരുത്. നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം. വൈൻ അസ്വാബക ഷൈഉൻ, അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ഇതിലെന്താ കാര്യങ്ങളാണ് പറഞ്ഞത്? നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ പരിശ്രമിക്കുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യുക. എന്നിട്ട് വൈൻ അസ്വാബക ഷൈഉൻ, നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ, നിനക്ക് എന്തെങ്കിലും കാര്യമുണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ദോഷമുണ്ടായി കഴിഞ്ഞാൽ, ഫലാ തഖുൽ ലൗ, നീ ലൗ എന്നുള്ള പദം ഉപയോഗിക്കരുത്. എങ്കിൽ എന്നുള്ള പദം പിന്നെ നീ പറയാൻ നിൽക്കരുത്. എല്ലാ കാര്യം ചെയ്തു, അള്ളാഹുവിന്റെ ഹലാലായ ഒരു കാര്യമാണ്, അള്ളാഹു പറഞ്ഞ പോലെ കാരണങ്ങളെ സ്വീകരിച്ചു, അതുപോലെ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടൊരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഞാനത് ചെയ്യാതിരുന്നെങ്കിൽ എന്ന് പറയുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. എന്നിട്ട് പറയാം ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന നിലക്ക് നിങ്ങൾ പറയരുത്. എന്നിട്ട് പറയാണ് വലാകിൻ ഖുൽ, പക്ഷെ നീ പറയുക ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ, റിവായത്തിൽ ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണ്, വമാ ശാഅ ഫഅൽ, അവന്റെ വിധിയാണ്, അവൻ ഉദ്ദേശിക്കുന്നവൻ ചെയ്യുന്നു. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ലൗ എന്നുള്ള വാക്ക് പിശാചിന്റെ പ്രവർത്തനത്തിന് കതക് തുറവി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് ഈ എങ്കിൽ എന്നുള്ള ചിന്ത വന്നു കൂടിയാൽ, അഥവാ അള്ളാഹു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈ ലൗ എങ്കിൽ എന്നുള്ള വാക്ക് കൊണ്ട് ഒരാൾ അതിന്റെ മേലെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ ഉണ്ടാവുക? അവന് ദുഃഖം, നിരാശ, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഇതാണ് ഉണ്ടാവുക. പിശാചിന് ഒരു മുഅ്മിനിന്റെ മേലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവൻ ദുഃഖത്തിലാവുക എന്നുള്ളതാണ്. ഹുസ്ന എന്നുള്ളത് പിശാചിന്റെ മുഅ്മിന്റെ മേലെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഒരു മുഅ്മിനെ ദുഃഖത്തിലാക്കുക. കാരണം അവൻ ദുഃഖത്തിലായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ അവിടെ തകരും. അവന് ഇബാദത്തുകൾ ശ്രദ്ധയുണ്ടാവില്ല, അവന് കൂടുതൽ ദീനിൽ മുന്നേറാൻ പറ്റില്ല, പല രീതിയിൽ പിശാചിന് അവനെ കൊണ്ട് കളിക്കാൻ പറ്റും. അപ്പൊ അതാണ് അമലു ശൈത്താൻ, പിശാചിന്റെ കതക് തുറക്കുന്നതിൽ ഏറ്റവും അവന് നിരാശയും ദുഃഖവും ഖേദവും ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിലൂടെ ഉണ്ടാകും. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിലെല്ലാം നിത്യജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് കാര്യം, ഇപ്പോൾ ഒരു കച്ചവടം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പഠിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാണ്, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് മുന്നേറുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് ഇഹ്രിസ് അലാ മാ യൻഫഉ, നിനക്ക് ഉപകാരമുള്ള ഹലാലായിട്ടുള്ള ദീനിനും ദുനിയാവിനും ഉപകരിക്കുന്ന ഒരു കാര്യത്തിന് നീ താല്പര്യം കാണിക്കുക, നീ പരിശ്രമിക്കുക. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. വലാ തഅജിസൻ, നീ മടി കാണിക്കരുത്. അതിലെന്താണോ നിനക്ക് കാരണങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അത് നീ സ്വീകരിക്കുക, നീ ചെയ്യുക. എന്നിട്ടും വൈന സ്വാബക ഷൈഉൻ, എന്തെങ്കിലും നിനക്ക് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് പറയണ്ട, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഇത് ഈ ഹദീസ് സമാധാനത്തിന്റെ ബാബിൽ, ഇപ്പൊ വസായിൽ മുഫീദ എന്ന ഇമാം സഅദിയുടെ കിതാബിലൊക്കെ ഈ ഹദീസിനെ വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ വാക്കിന്റെ അപകടം, കാരണം അവനെ ദുഃഖത്തിലാക്കും. അല്ലാതല്ല ഖദ്ദറല്ലാഹ്, ഇത് അള്ളാഹു വിധിച്ചതാണ്, ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, ബാക്കി അള്ളാഹു വിധിച്ചതാണ് എന്ന നിലക്ക് അതിനെ വിട്ടുകളയുകയാണ് വേണ്ടത്. അതാണ് ഈ ബാബുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഈ ബാബിന്റെ പ്രസക്തി കിതാബു തൗഹീദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ പൂർണ്ണമായ തൃപ്തി ഒരാൾക്കുണ്ടായിരിക്കണം. ഒരു തരത്തിലും അതിനപ്പുറത്തേക്കൊരു ഖേദം കാണിക്കുന്ന, നിരാശ കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇതിന്റെ ഷർഹിൽ ഖൗലുസ് സദീദിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് നല്ല ഉദാഹരണങ്ങളോടുകൂടി എപ്പോഴാണത് പറയാൻ അനുവാദമുള്ളത്, ഇത് പറയുന്നതിൽ ഉൾക്കൊണ്ടിട്ടുള്ള അപകടം എന്താണ് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. ബാബു മാ ജാഅ ഫിൽ ലൗ, ലൗ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇഅലം അൻ ഇസ്തിഅമാൽ അൽ അബ്ദി ലില്ലഫ്ളതി ലൗ തഖഉ അലാ ഖിസ്മൈൻ, ഒരടിമ ലൗ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് രണ്ട് ഖിസ്മുകളായിട്ടാണ് വരിക, രണ്ട് രീതിയിലാണത്.
മദ്മൂമുൻ വ മഹ്മൂദുൻ, ഒന്ന് ആക്ഷേപിക്കപ്പെടുന്നതും രണ്ട് പ്രശംസിക്കപ്പെടുന്നതും. ലൗ എന്നുള്ള പദം, എങ്കിൽ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഒന്ന് ആക്ഷേപിക്കപ്പെടുന്ന രീതിയിലുമുണ്ട്, രണ്ട് പ്രശംസിക്കപ്പെടുന്ന രീതിയിലുമുണ്ട്. അമ്മൽ മദ്മൂം ഫകഅൻ യഖഅ മിൻഹു ഔ അലൈഹി അംറുൻ ലാ യുഹിബ്ബുഹു. ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ടായി, അവൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം, അവൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഫയഖൂൽ, അവൻ പറയുന്നു ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ, ഞാൻ ഇന്ന ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ആകുമായിരുന്നു. അതായത് അള്ളാഹുവിന്റെ ഒരു വിധിയിൽ തൃപ്തിയില്ലാതെ അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അള്ളാഹുവിന്റെ വിധിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഖേദമായിക്കൊണ്ട് ഇങ്ങനെ പറയുക. ഫഹാദാ മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ പ്രവർത്തനത്തിൽ പെട്ടതാണ്. ലിഅന്ന ഫീഹി മഹ്ദൂറൈൻ, അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്, രണ്ട് താക്കീത് ചെയ്യേണ്ട, രണ്ട് ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യങ്ങളുണ്ട്. അഹദുഹുമ, ഒന്നാമത്തേത് അന്നഹു തഫ്തഹു അലൈഹി ബാബൻ നദ്മി വസ്സഖതി വൽഹസൻ, അത് ആ ലൗ എന്ന് പറയുന്ന വാക്ക് അവന് നിരാശയുടെയും ഖേദത്തിന്റെയും കോപത്തിന്റെയും ദുഃഖത്തിന്റെയും കവാടം തുറക്കും. അവൻ വളരെ അസ്വസ്ഥയായിരിക്കും. അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടാൻ സാധിക്കാത്ത ഒരാൾക്ക് അസ്വസ്ഥതയായിരിക്കും, എപ്പോഴും ദേഷ്യവും അല്ലെങ്കിൽ ആ കാര്യത്തിനോട് ദേഷ്യം, അതുപോലെ തന്നെ അസ്വസ്ഥത ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. അല്ലദീ യൻബഗീ ലഹു ഇഗ്ലാഖുഹു വലൈസ ഫീഹി നഫ്ഉൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനേ പാടില്ല, അതുകൊണ്ടൊരു ഉപകാരമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു അള്ളാഹുവിന്റെ വിധിയിൽ കോപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഖേദമുണ്ടായിക്കൊണ്ടോ ദുഃഖമുണ്ടായതുകൊണ്ടോ ഒരാൾക്കൊരു ഗുണമില്ല, ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ്, അത് അടക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ പ്രശ്നം ഈ ലൗ എന്ന് പറയുന്നതിൽ അസാനി അന്ന ഫീ ദാലിക സൂഅ അദബിൻ അലല്ലാഹി വഅലാ ഖദരിഹി, അതിൽ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ഖദറിനോടുമുള്ള മോശപ്പെട്ട അദബുണ്ട്, മോശപ്പെട്ട മര്യാദ. അഥവാ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ, അള്ളാഹുമായി ബന്ധപ്പെട്ട വാക്കുകൾ പറയുമ്പോൾ അദബ് കാണിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, പല ഉദാഹരണങ്ങളും കാണാം. അത് ഏതൊരു കാര്യം പറയുമ്പോഴും അതിനൊരു അദബുണ്ട്. ആ അദബില്ലായ്മയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖദറിന്റെ മേലെയും ഒരു മര്യാദയില്ലാത്ത സംസാരമാണത്. ഫൈനൽ ഉമൂറ കുല്ലഹ വൽ ഹവാദിസ ദഖീഖഹ വജലീലഹ ബിഖളാഹില്ലാഹി വഖദരിഹി, കാര്യങ്ങളെല്ലാം വലുതാവട്ടെ ചെറുതാവട്ടെ നടക്കുന്ന സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് മാത്രമാണ് നടക്കുന്നത്, അള്ളാഹുവിന്റെ ഖളാ കൊണ്ട് ഖദർ കൊണ്ടാണ്. വമാ വഖഅ മിനൽ ഉമൂരി ഫലാ ബുദ്ദ മിൻ വുഖൂഇഹി വലാ യുംകിനു റദ്ദുഹു, കാര്യങ്ങൾ സംഭവിക്കുന്ന ആ കാര്യങ്ങൾ അതൊരിക്കലും നമുക്ക് തടയാൻ സാധിക്കില്ല, അത് ഇല്ലാതാകാൻ സാധിക്കില്ല. ഫകഅന്ന ഫീ ഖൗലിഹി ലൗ കാന കദാ ഔ ലൗ ഫഅൽതു കദാ കാന കദാ നൗഉ ഇഅ്തിറാദിൻ വനൗഉ ضعف ഈമാനിൻ ബിഖളാഇല്ലാഹി വഖദരിഹി, ആരെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറയുക എന്നുള്ളത് അവര് അള്ളാഹു സുബ്ഹാനഹു വതആല വിധിയെ തൃപ്തിപ്പെടാതെ പിന്തിരിഞ്ഞു കളഞ്ഞതിനും അള്ളാഹുവിന്റെ ഖദറിലും ഖളാഇലുമുള്ള വിധിയല്ല, ഈമാൻ ദുർബലമാണ് എന്നുള്ളതിനെ അറിയിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ രണ്ട് അപകടം, ഒന്നാമത്തെ അപകടം എന്താണ്? അത് പിശാചിന് കതക് തുറന്നു കൊടുക്കും. രണ്ട്, അള്ളാഹുവിനോടുള്ള അദബ് കേടും അതുപോലെ തന്നെ ഈമാനിന്റെ ദുർബലതയും എല്ലാം അറിയിക്കുന്ന കാര്യമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈ ലൗ എന്ന് പറയുക എന്നുള്ളത് അത് മദ്മൂമാണ്, ഈ എങ്കിൽ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. എന്നിട്ട് പറയാണ് വലാ റൈബ അന്ന ഹാദൈനിൽ അംറൈനിൽ മഹ്ദൂറൈൻ ലാ യതിമ്മു ലിൽ അബ്ദി ഈമാനുൻ വലാ തൗഹീദുൻ ഇല്ലാ ബിതർക്കിഹിമാ, ഒരു സംശയമില്ല ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇത് ഒഴിവാക്കാതെ ഒരു അടിമക്ക് ഈമാനും തൗഹീദും പൂർത്തിയാക്കാൻ സാധിക്കുക തന്നെയില്ല. വഅമ്മൽ മഹ്മൂദ്, ഇനി രണ്ടാമത്തെ ഇനം ലൗ എന്നുള്ളത് പ്രശംസിക്കപ്പെടുന്ന ഇനം. وأما المحمود من ذلك فأن يقولها العبد تمنيا للخير, ഒരടിമ ഖൈറിനെ ആഗ്രഹിച്ചുകൊണ്ട് പറയുക, നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് ലൗ എന്ന് പറയുക, അത് പ്രശംസിക്കപ്പെടുന്ന കാര്യമാണ്. ഒരടിമ ഖൈറിനെ ഉദ്ദേശിച്ചുകൊണ്ട് അതുണ്ടായിരുന്നെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന നിലക്ക് പറയുക എന്നുള്ളത് നല്ല കാര്യമാണ്, പ്രശംസിക്കപ്പെടുന്നതാണ്. അതിന് ചില ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ്. كقوله صلى الله عليه وسلم لو استقبلت من أمري ما استدبرت ما سقت الهدي ولا أهللت بالعمرة. ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സന്ദർഭം പറഞ്ഞാൽ അതിന്റെ ആശയം വ്യക്തമാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് മൃഗത്തെ ഒപ്പം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഖീറാനായിട്ടുള്ള
ഹജ്ജ് നിർവഹിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അഥവാ ഉംറക്കും ഹജ്ജിനും ഒരുമിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച്, അഥവാ ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഉംറ നിർവഹിച്ചതിന് ശേഷം അതേ ഇഹ്റാമിൽ തുടർന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. അതാണ് ഖിറാൻ പറഞ്ഞ രീതി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി ഇഹ്റാമിൽ കെട്ടി, സഹാബികളും കെട്ടി. എന്നാൽ സഹാബികളിൽ ചിലർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഒപ്പം അറവ് മൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. മക്കത്തെത്തിയിട്ട് അവിടെ നിന്ന് അറവ് മൃഗത്തെ വാങ്ങാമെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കത്തെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഉംറ നിർവഹിച്ചു കഴിഞ്ഞ സമയത്ത്, മക്കത്തെത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഉംറ നിർവഹിച്ചു കഴിഞ്ഞിട്ട് സഫയിലോ മർവയിലോ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിർബന്ധിച്ച് പറഞ്ഞു, ഈ അറവ് മൃഗത്തെ കൊണ്ടുവരാത്ത ആളുകൾ തഹല്ലുലായിട്ട് അവരെന്ത് ചെയ്താൽ മതി? തമത്തു ചെയ്താൽ മതി എന്ന് പറഞ്ഞു. തമത്തു ചെയ്താൽ മതി. തമത്തു എന്ന് പറഞ്ഞാൽ ഇഹ്റാം പ്രവേശിച്ച് മക്കത്തെത്തി ഉംറ നിർവഹിച്ച് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകും. എന്നിട്ട് വീണ്ടും ദുൽഹിജ്ജ 8-ന് അവരെവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കുന്ന അവസ്ഥ തമത്തു ആയിക്കൊണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ സഹാബികൾ ആദ്യം ചെയ്തിരുന്നത്, പിന്നെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ തമത്തു ആക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത എന്താണ്? ഖിറാനാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമത്തു ആണ് ബാക്കിയുള്ളവർ ചെയ്യാൻ പറഞ്ഞത്. ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട് ഏതാണ് അഫ്ദലായത്. നമ്മുടെ നാടുകളിൽ പൊതുവെ തമത്തു ആണ് ചെയ്യുന്നത്, പിന്നെ അത് ചർച്ചയ്ക്കുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ്, ലൗ ഇസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു. ഞാൻ ഇപ്പോൾ അറിഞ്ഞ ഈ കാര്യം, തീരുമാനിച്ച ഈ കാര്യം ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ മാ സുഖ്തുൽ ഹദിയ വല ഹലൽതു ബിൽ ഉംറ, ഞാൻ ഈ അറവ് മൃഗത്തെ കൊണ്ടുവരില്ലായിരുന്നു. ഞാൻ ഉംറ കഴിഞ്ഞ് തഹല്ലുലായിക്കൊണ്ട് ഉംറക്ക് മാത്രമേ ഇഹ്റാം കെട്ടുമായിരുന്നുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തമത്തു ചെയ്യാതിരിക്കാൻ നബി, കാരണം അറവ് മൃഗത്തെ കൊണ്ടുവന്നവരോട് ഖിറാൻ ചെയ്താൽ മതി, കൊണ്ടുവരാത്തവർ തമത്തു ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഹദീസിന്റെ സന്ദർഭം. ഇനി ഹദീസിന്റെ ആശയം ഇതാണ്, ലൗ ഇസ്തഖ്ബൽതു. നബി പറഞ്ഞതാണ്, ഞാനിത് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തീരുമാനം ആദ്യം എടുത്തിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അത് ഖൈറിന് ഉദ്ദേശിച്ചാണ്. തമത്തു ആണ് അഫ്ളലായ രീതി എന്ന് ധാരാളം പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്ന ഒരു ഹദീസ് കൂടിയാണത്. അപ്പോൾ ആ ഖൈർ ഉദ്ദേശിക്കുന്ന സമയത്ത് എങ്കിൽ എന്നുള്ളത് പറയാം. മറ്റൊരു ഉദാഹരണം, വഖൗലുഹു ഫിർ റജുലിൽ മുതമന്നി ലിൽ ഖൈർ. മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ള വാക്ക്, ലൗ അന്ന ലി മിസ്ല മാലി ഫുലാനിൻ ലഅമിൽതു ഫീഹി മിസ്ല അമലി ഫുലാനിൻ. ഇത് ആശയ ഹദീസിൽ വന്നിട്ടുണ്ട്, ഇത് ലഫ്ള് അല്ലെങ്കിലും. അതായത് എനിക്ക് ഇന്നാൽ ഇന്ന ആളുടെ പോലെ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നാൽ ഇന്ന ആൾ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുമായിരുന്നു, സദഖ കൊടുക്കുമായിരുന്നു എന്ന് പറയുക. അതെന്തല്ല, തെറ്റല്ല. അവനെ പോലെ സമ്പത്ത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഞാൻ സദഖ കൊടുത്തിരുന്നു, ഒരു ഖൈറിനെ ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നത് അനുവദനീയമാണ്. മറ്റൊന്ന്, വലൗ സബറ അഖി മൂസ ലഖസ്സല്ലാഹു അലൈനാ മിൻ നബഇഹിം. ഇത് ഹദീസിന്റെ വാക്കാണ്. അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഐ ഫി ഖിസ്സതിഹിം അൽ ഖിളർ നബി അലൈഹി ഇസ്ലാമും തമ്മിലുള്ള യാത്രയിൽ മൂന്നാമത്തെ തവണ മൂസാ നബി അലൈഹി ഇസ്ലാം ക്ഷമ കാണിക്കാത്തതുകൊണ്ട് നിർത്തി, ഇനിയൊന്നും പറയില്ല എന്ന് പറഞ്ഞു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലൗ സബറ അഖി മൂസ, എന്റെ സഹോദരൻ മൂസ അലൈഹി ഇസ്ലാം ക്ഷമ കാണിച്ചിരുന്നുവെങ്കിൽ ലഖസ്സല്ലാഹു അലൈനാ മിൻ നബഇഹിമാ, അവർ രണ്ടുപേരുടെ ബാക്കിയുള്ള കഥ കൂടി അള്ളാഹ് നമുക്ക് അറിയിച്ചു തരുമായിരുന്നു, അതറിയാമല്ലോ എന്നുള്ള ഖൈറിൽ പറഞ്ഞതാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ലൗ എന്നുള്ള പദം ഉപയോഗിക്കാം, ഖൈറിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഉപയോഗിക്കാം എന്നുള്ളത്. ഇതല്ലാതെയും സന്ദർഭങ്ങളുണ്ട്, 6ഓളം സന്ദർഭങ്ങൾ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞത് കാണാം. ചുരുക്കത്തിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഖദറിൽ നിരാശപ്പെട്ടുകൊണ്ട് പറയുന്ന ലൗ എന്നുള്ള പദം അത് പാടില്ലാത്തതാണ്. അതല്ലാത്ത രീതിയിലുള്ളത് അനുവദനീയമായതാണ്. വകമാ എന്നിട്ട് തുടർന്ന് പറയുകയാണ്, വകമാ അൻ ലൗ ഇദാ ഖാലഹാ മുതമന്നിയൻ ലിൽ ഖൈരി, ഖൈറിനെ ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ലൗ എന്നുള്ള പദം പറയുകയാണെങ്കിൽ ഫഹുവ മഹ്മൂദുൻ, അത് പ്രശംസിക്കപ്പെട്ടതാണ്. ഫഇദാ ഖാലഹാ മുതമന്നിയൻ ലിശ്ശർരി ഫഹുവ മദ്മൂമുൻ, എന്നാൽ അവൻ ഷർറിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലോ അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. അതായത് ഒരാൾ ഉദ്ദേശിക്കുകയാണ്, ഒരാളിങ്ങനെ കുറെ കള്ളുടിച്ച് കിടക്കുന്നുണ്ട്, അവൻ്റെ കയ്യിൽ കുറെ പൈസ ഉള്ളതുകൊണ്ട്, അപ്പോൾ ഇവൻ വിചാരിക്കുകയാണ് എന്തെങ്കിലും അതുപോലെ പൈസ ഉണ്ടായിരുന്നു എനിക്കും കള്ളുടിക്കാമായിരുന്നു, അങ്ങനെ ലവ് പറയാൻ പറ്റും? ഇല്ല, അത് മദ്മൂമാണ്, അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. فاستعمال لو تكون بحسب الحال الحامل عليها, ഈ ലൗ എന്നുള്ള പദത്തിന്റെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന സന്ദർഭത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഉണ്ടാവുക. അതാണ് ഓരോ സന്ദർഭം വരുന്നത്. അതാണ് പാടില്ലാത്ത മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളതിന്റെ മേഖല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അതിന്റെ എങ്ങനെയാണത് ഉപയോഗിക്കുക, അത് പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇൻ ഹമല അലൈഹ الضجر والحزن وضعف الإيمان بالقضاء والقدر أو تمني شر كان مذموما. നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ഒരു സന്ദർഭം, ലൗ പറയുന്ന സന്ദർഭം ദുഃഖത്തിന്റെയും നിരാശയുടെയും അള്ളാഹുവിന്റെ ഖളാ ഖദറിലുള്ള ഈമാനിന്റെ ദുർബലതയെയും അല്ലെങ്കിൽ ഷർറിനെ ആഗ്രഹിക്കുന്ന അതുപോലുള്ള സന്ദർഭമാണെങ്കിൽ അത് ആക്ഷേപിക്കപ്പെട്ടതാണ്, പാടില്ലാത്തതാണ്. വൈൻ ഹമല അലൈഹ അർറഗ്ബതു ഫീ
ഫിൽ ഖൈരി വൽ ഇർഷാദ് വത്തഅലീം കാന മഹ്മൂദൻ. എന്നാൽ അതേ സമയത്ത് അതിന്റെ മേലെ ലവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് നേരായ മാർഗ്ഗം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് പ്രശംസിക്കപ്പെട്ടതാണ്. വലിഹാദാ ജഅൽ മുസന്നിഫു തർജമത മുഹ്തമലതൻ ലിൽ അംറൈൻ. അതുകൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ രണ്ട് കാര്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടും ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ബാബിനെ ഉദ്ദേശിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുകയാണ്. അഥവാ ആദ്യം പറഞ്ഞത് മുനാഫിഖീങ്ങളുടെ വിഷയം പറഞ്ഞത്, ഖേദം കാരണം പറഞ്ഞത്, എന്നാൽ ഒരു മുസ്ലിം പറയേണ്ടതില്ലാത്ത പറഞ്ഞത്, നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന നിലക്ക് പറഞ്ഞത്. അപ്പൊ ഇതാണ് ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മനസ്സിലാക്കുക, നിരുപാധികം എങ്കിൽ എന്ന് പറയുന്നത് എന്തല്ല, വിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ അത് അനുവദിക്കപ്പെട്ട, അത് പ്രശംസനീയമായ സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുണ്ട്. അടിസ്ഥാനം ഖളാ ഖദറിൽ നിരാശ വരുന്ന, ഖേദം കാരണത്താൽ ദുഃഖം കാരണത്താൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ പറയുക എന്നുള്ളത് ശരിയല്ല. അതാണ് തെറ്റായിട്ടുള്ള കാര്യം. അതിന്റെ കിതാബ് തൗഹീദിന്റെ പ്രസക്തി അള്ളാഹുവിന്റെ ഖളാ ഖദറിലെ ഈമാനിന്റെ ദുർബലതയെ അറിയിക്കുന്ന കാര്യമാണത്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.